കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഗുരുവായൂരപ്പനുമായിട്ട് അദമ്യമായ ബന്ധമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ് ഭരണാധികാരിയായിരുന്ന ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ 7 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. അമ്പലപ്പുഴ വിഗ്രഹത്തെ വിഷ്ണുവിൻ്റെ പാർത്ഥസാരഥി രൂപത്തോട് ഉപമിച്ചിരിക്കുകയാണ്. വലത് കൈയിൽ ചാട്ടയും ഇടത് കൈയിൽ ശംഖും പിടിച്ചിരിക്കുന്നു. 1789 ടിപ്പു സുൽത്താൻ്റെ ആക്രമണ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം 3 വർഷത്തേക്ക് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. ക്ഷേത്രത്തിൽ അരിയും പാലും ചേർത്ത മധുരമുള്ള പായസം വിളമ്പുന്നു. പാൽപ്പായസം നമ്മുടെ ഗുരുവായൂരത്തെ പോലെ തന്നെ. ഗുരുവായൂരപ്പൻ ദിവസവും ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് സ്വീകരിക്കാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. എൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ കൃഷ്ണൻ ആ പ്രദേശം ചെമ്പകശ്ശേരി ഭരിച്ചിരുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു മുനിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ഒരു ചതുരംഗം, അതായത് ചെസ്സ് കളി, അതിനു വേണ്ടിയിട്ട് വെല്ലുവിളിച്ചു. ചെസ്സ് പ്രേമിയായിരുന്ന രാജാവ് സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. കളിക്ക് മുമ്പ് സമ്മാനം തീരുമാനിക്കും. അപ്പോൾ വിജയിച്ചാൽ തൻ്റെ സമ്മാനം തിരഞ്ഞെടുക്കാൻ രാജാവ് മുനിയോട് ആവശ്യപ്പെട്ടു. വളരെ എളിമയുള്ള ഒരു അവകാശവാദമാണ് തനിക്ക് ഉള്ളതെന്നും ഭൗതിക ആവശ്യങ്ങൾ കുറവാണെന്നും അതിനാൽ തനിക്ക് വേണ്ടത് കുറച്ച് അരിമണികളാണെന്നും മുനി രാജാവിനോട് പറഞ്ഞു. അരിയുടെ അളവ് എത്രയാണെന്ന് ഇനി പറയുന്ന ചെസ്സ് ബോർഡ് ഉപയോഗിച്ച് തന്നെ, അതായത് ചതുരംഗ പലക ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിൽ നിർണ്ണയിക്കാം എന്നും, ആദ്യ ചതുരത്തിൽ 1 അരിമണി, രണ്ടാമത്തെ ചതുരത്തിൽ 2 ധാന്യങ്ങൾ, 3-ാം ചതുരത്തിൽ 4, 4-ാം ചതുരത്തിൽ 8, 5-ാം ചതുരത്തിൽ 16, അവസാനത്തെ 64-ാം ചതുരത്തിലേക്ക് ഇരട്ടിയായി. അങ്ങനെ രാജാവ് കളി തോറ്റു. മുനി സമ്മതിച്ച പ്രകാരം ആവശ്യപ്പെട്ട ആ ചതുരംഗ കളത്തിൽ അരിമണികൾ ചേർക്കാൻ തുടങ്ങിയപ്പോൾ മുനിയുടെ ആവശ്യങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി രാജാവിന് പെട്ടെന്ന് മനസ്സിലായി. രാജകീയ ധാന്യപുരയിലുള്ള അരിമണികളൊക്കെ പെട്ടെന്ന് തീർന്നു. അപ്പോൾ ധാന്യങ്ങളുടെ എണ്ണം ജാമതീയ ക്രമത്തിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നതിനാലും 64 ചതുരങ്ങളുള്ള ചതുരംഗ ബോർഡിന് ആവശ്യമായ ആകെ അരിയുടെ അളവ് ഒരുപാട് കൂടുതലാണ്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അത് ആയതിനാലും വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഒരിക്കലും നിറവേറ്റാൻ കഴിയില്ലെന്ന് രാജാവിന് മനസ്സിലായി. പ്രതിസന്ധി കണ്ടപ്പോൾ മഹർഷി തൻ്റെ യഥാർത്ഥ രൂപത്തിൽ രാജാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കടൻ ഉടൻ വീട്ടേണ്ടതില്ലെന്ന് കാലക്രമേണ വീട്ടാൻ കഴിയുമെന്നും രാജാവിനോട് പറഞ്ഞു. കടം വീട്ടുന്നതുവരെ രാജാവ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പാൽപ്പായസം സൗജന്യമായി തീർത്ഥാടകർക്ക് വിളമ്പണം എന്നുള്ളൊരു ആഗ്രഹമാണ്, അതായത് ഇതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ആ ഒരു പ്രസക്തി. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ കൃഷ്ണവിഗ്രഹം കൊണ്ടുവന്നതിൻ്റെ സ്മരണയ്ക്കായിട്ട് അമ്പലപ്പുഴ ക്ഷേത്രോത്സവത്തിൻ്റെ ഉത്ഭവം, ഇത് ചമ്പക്കുളം മൂലം ജലോത്സവം എന്നറിയപ്പെടുന്നു. മലയാള കാലഘട്ടത്തിലെ മിഥുനമാസത്തിലെ മൂലം നാളിലാണ് ഈ ഉത്സവം. എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ തിരുവോണ നാളിലാണ് ആറാട്ടുത്സവം നടത്തുന്നത്. വളരെ വലിയ ക്ഷേത്രക്കുളമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ. ചുറ്റമ്പലത്തിലെ ഭഗവാന്റെ ദശാവതാരത്തിലെ ആ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണിത്. അമ്പലപ്പുഴയിൽ നേദിക്കുന്ന പാൽപ്പായസം കുടിക്കാനായിട്ട് ആ ഗുരുവായൂരപ്പൻ എല്ലാ ദിവസവും വരും എന്നാണ് ആ ഒരു ഐതിഹ്യം പറയുന്നത്. അതുപോലെ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന പള്ളിപ്പാന പ്രകടനത്തിന് ഈ ക്ഷേത്രം പ്രശസ്തമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ഓട്ടൻതുള്ളൽ എന്ന ആക്ഷേപഹാസ്യം നാടോടി കലാരൂപം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരുന്നു. ക്ഷേത്ര ഉത്സവത്തിൽ സേവ, ഉത്സവബലി, പള്ളിവേട്ട എന്നിങ്ങനെ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളിൽ ചിലതൊക്കെ ഉണ്ട്.
ഉത്സവത്തിൻ്റെ 9ാം ദിവസമായ വിരുന്നായ നാടകശാല സദ്യയെക്കുറിച്ചാണ് രസകരമായ ഒരു വിശ്വാസമുള്ളത്. ആ സമയത്ത് കണ്ണൻ, അതായത് ഗുരുവായൂരപ്പൻ കണ്ണനായിട്ട് വിളമ്പാൻ വരുന്നു എന്നുള്ളതാണ്. ഭക്തർക്ക് വിളമ്പി കൊടുക്കാനായിട്ട് ആ സ്ഥലത്ത് എത്തുന്നു, അമ്പലപ്പുഴയിൽ എത്തുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം. അതായത് ഭക്ഷണത്തോടൊപ്പം നെയ്യ് വിളമ്പാൻ വരുന്നു എന്നാണ്. കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ നിന്നാണെന്നാണ്. അപ്പോൾ അതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഗുരുവായൂരപ്പൻ്റെ തന്നെ ചെറിയൊരു ക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ. അതും കാണാവുന്ന ഒരു നല്ല കാഴ്ചയാണ്. അത് വളരെ മനോഹരമാണ്. ഈ കാണുന്നതാണ്. ആ ചെമ്പകശ്ശേരിയിലെ പുരാടം തിരുനാൾ തന്നെ തൻ്റെ രാജ്യം, അതായത് തിരുവനന്തപുരക്കാർ ശ്രീ പത്മനാഭന് കൊടുത്ത പോലെ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്, അമ്പലപ്പുഴ കൃഷ്ണന് തൻ്റെ രാജ്യം സമർപ്പിച്ച് ആ ദേവനാരായണൻ എന്നുള്ള പേരിലാണ് പിന്നെ അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ, അതായത് റീജൻ്റായിട്ടാണ് രാജ്യം ഭരിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് തെക്കായിട്ടാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൊണ്ടും പ്രശസ്തമായ നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രം അമ്പലപ്പുഴ, ആ പാർത്ഥസാരഥിയുടെ രൂപത്തിലുള്ള ആ കണ്ണനെ കാണാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ. അവിടുത്തെ ആ പാൽപ്പായസം കഴിക്കാനൊക്കെ വളരെ പ്രശസ്തമായ പാൽപ്പായസമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും അമ്പലപ്പുഴ കൃഷ്ണൻ്റെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇത് ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.